ഞങ്ങൾക്ക് ഓരോ മിഷൻ കഴിഞ്ഞ് വരുമ്പോഴും വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു കൗൺസിലറെ കാണാനുള്ള ഒരു പ്രൊവിഷൻ നമുക്കുണ്ട്. കാരണം നമ്മളൊന്നും സൂപ്പർ ഹ്യൂമൻ അല്ല. നമ്മൾ കാണുന്നതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ എനിക്കത് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഈ റുവാണ്ടയിൽ പോയിട്ട് വന്നതിന് ശേഷം I went back when I talked to him and said, this is, നമുക്ക് ആ നൈറ്റ്മെയർ വിൽക്കം അതൊരു തോന്നലുണ്ടാവും. അന്ന് അവിടെ ക്ലാസ് എടുക്കുന്ന മുഴുവൻ ഓരോ രാജ്യങ്ങളിലെ പ്രൈം മിനിസ്റ്റേഴ്സ് പ്രസിഡന്റ് അങ്ങനെ അവരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവർ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നത്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ നമ്മളൊക്കെ പോലുള്ള ആളുകളാണ്, ഇവരൊന്നും ഇങ്ങനെ സൂപ്പർ ഹ്യൂമൻസ് ഒന്നും അല്ല. അവരുടെ ആ ക്ലാരിറ്റി ഓഫ് തോട്ട്, ഇന്റൻസിറ്റി ഓഫ് പർപ്പസ്, ഇതാണ് അവരെ മാറ്റി നിർത്തുന്നത്. 2050 കേരളത്തിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആരാണെന്ന് നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 2040 ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ കിട്ടും. ഒരു 100 പേരുടെ പൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ when they get into power they will know each other and that they will collectively work for better nation. അങ്ങനെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കേരളത്തിനെ മുമ്പോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് നെറ്റ്വർക്ക് സിസ്റ്റം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. മുരളി തുമ്മാരുടിയുടെ ഉള്ളിലിരിപ്പ് എന്താണ്? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. താങ്കളുടെ ഒരു സാധാരണ ദിവസം എങ്ങനെയാ ആരംഭിക്കുന്നത്? എൻ്റെ ജോലിയിൽ 2 ലെവൽ ജോലിയുണ്ട്. ഒന്ന്, ഞാൻ ജർമ്മനിയിൽ എൻ്റെ ഓഫീസിൽ ആയിരിക്കുമ്പോഴുള്ള ദിവസം. അത് ഒരു സാധാരണ തരത്തിലുള്ള ഇതാണ്. എൻ്റെ രീതി അനുസരിച്ച് ഞാൻ രാവിലെ 8 മണിക്ക് തന്നെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ലോകത്തെ എല്ലാ നാടുകളിൽ നിന്നും നമ്മൾക്ക് വർക്കുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഓഫീസ് ദിനം കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്ക്ലോഗ് ഇമെയിലുകൾ ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ 1 മണിക്കൂർ, സാധാരണ ഓഫീസ് 9 മണിക്കാണ് തുറക്കുന്നത്, പക്ഷെ ഞാൻ ആദ്യത്തെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് ഈ മെയിൽ ചെക്ക് ചെയ്യാനായിട്ടാണ്, ബാക്ക്ലോഗുകളെല്ലാം ചെക്ക് ചെയ്യാനായിട്ടാണ്. അത് കഴിയുമ്പോൾ സ്റ്റാഫ് വന്നിട്ടുണ്ടാവും. ആ ദിവസത്തിൽ നമുക്ക് ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും. അപ്പൊ അതിൽ ചിലപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ അത് ലിസൺ ചെയ്യേണ്ടി വരും. അത് ഡെഫിനറ്റ് ആയിട്ടുണ്ടാകും. മിക്കവാറും ദിവസങ്ങളിൽ ഇന്റേണൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടാകും. നമ്മളുടെ സ്റ്റാഫിനെ പറ്റി പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു മീറ്റിംഗ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ സമയത്തിന്റെ ഇടയ്ക്കാണ് കേരളത്തിൽ നേരം വെളുക്കുന്നതും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ കേരളത്തിലെ വാർത്തകൾ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ഒരു അരമണിക്കൂർ ഞാൻ എൻ്റെ ഡയറിയിൽ ബ്ലോക്ക് ചെയ്തിടും. അപ്പൊ അത് പുറമെയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റില്ല എന്താണ് ഞാൻ അവിടെ ആ സമയത്ത് ചെയ്യുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ പുറമെയുള്ള ആളുകൾക്ക് ആ സമയം വന്ന് നമുക്ക് ബ്ലോക്ക് ചെയ്യും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, നമ്മളുടെ കലണ്ടർ നമ്മുടെ കൺട്രോളിലല്ല. അപ്പൊ ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ അരമണിക്കൂർ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം പാർട്ട്ലി എണീക്കുക, നടക്കുക, വെള്ളം കുടിക്കുക, ദെൻ പാർട്ട്ലി ക്യാച്ചപ്പ് വിത്ത് വാട്ട്സ് ഹാപ്പനിങ് അറ്റ് ഹോം. അപ്പൊ അതിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നെല്ലാം അപ്പൊ തീരുമാനിക്കും. അതിനുശേഷം നമ്മളുടെ ലഞ്ച് കഴിയുന്നു. അതിനുശേഷമാണ് നമുക്ക് എഴുതണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്താ പറഞ്ഞാൽ നാട്ടിൽ ഒരു 7 മണിക്ക് ആകുമ്പോഴത്തേക്കും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നാടുമായിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് മിക്കവാറും ഹാപ്പൻസ് അറൌണ്ട് 3:30. And then you conclude the day and then you go for a walk. അവിടെ ഒരു റിവറിന്റെ തീരത്താണ് എൻ്റെ ഓഫീസ്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേണില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. സോ ഐ ഗോ ഫോർ എ ലോങ് വാക്ക്. ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിലേക്ക് നടന്നാണ് വരുന്നത്. മഞ്ഞ് പെയ്യാത്ത ദിവസങ്ങളിലെല്ലാം നടന്നാണ് വരുന്നത്. ഇങ്ങനെ ഒരു പരിധി വരെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമുക്ക് സാധാരണഗതിയിൽ ബോണിലാണെങ്കിലുള്ളത്. ഒരു ടിപ്പിക്കൽ ഓഫീസ് വർക്കാണ്. പക്ഷേ അത് മാസത്തിൽ പകുതി ദിവസമേ അങ്ങനെ സംഭവിക്കുള്ളൂ. മാസത്തിൽ പകുതി ദിവസം മറ്റു രാജ്യങ്ങളിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു G20 ഇപ്പൊ ഞാൻ മെയിൻ ആയിട്ട് G20 വർക്ക് ചെയ്യുന്നുണ്ട്. G20 ഒരു മീറ്റിങ്ങിന് ആയിരിക്കും പോകുന്നത്. ഈ വർഷം ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക, കഴിഞ്ഞ വർഷം ബ്രസീൽ ആയിരുന്നു. അപ്പൊ നമ്മൾ ബ്രസീലിൽ എത്തുന്നു. അപ്പൊ ഈ G20 രാജ്യങ്ങളിൽ എല്ലാമുള്ള സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസ് അവിടെ ഉണ്ടാകും. മിക്കവാറും സ്ഥലങ്ങളിൽ മന്ത്രിമാരുണ്ടാകും. ഇവർ ഓരോരുത്തരുമായിട്ട് നമുക്കൊരു ബയലാട്രൽ 1-to-1 മീറ്റിംഗ് ഉണ്ടാകും. 1-to-1 എന്ന് പറയുമ്പോൾ നമ്മൾ മിനിസ്റ്ററായിട്ട് മീറ്റ് ചെയ്യുന്നു. കൂടെയുള്ള ആളുകൾ 2 സൈഡിലും എൻ്റെ ടീം ഉണ്ടാകും, ഇതിന്റെ ടീം ഉണ്ടാകും. അത് ചർച്ച ചെയ്യുന്നു. അതെല്ലാം വളരെ ലോങ് ടൈം ആയിട്ടുള്ള
കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഓരോ മീറ്റിങ്ങിനും മുൻപ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, മീറ്റിങ്ങിന് ശേഷം നമ്മൾ ഡീബ്രീഫ് ചെയ്ത് എന്താണ് നമ്മൾ എഗ്രി ചെയ്തത്, ഫോളോ അപ്പ് എങ്ങനെയാണ്, അതെല്ലാം എഴുതേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനുശേഷം എല്ലാവരും കോമൺ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. അത് വളരെ ഫോർമൽ ആയിട്ടൊരു മീറ്റിംഗ് ആണ്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് കോറിയോഗ്രാഫ്ഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്, കണ്ടു പഠിക്കേണ്ടതാണ്. നമുക്ക് ഈ ഒരു മിനിസ്റ്റർക്ക് കിട്ടുന്ന 3 മിനിറ്റ് ആണ് സംസാരിക്കാനായിട്ട്, എനിക്ക് കിട്ടുന്ന 2 മിനിറ്റ് ആണ് സംസാരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം 2 മിനിറ്റിനകം പറഞ്ഞിരിക്കണം. അപ്പോ ഇവിടെ വന്നിരിക്കുന്ന മാന്യദേഹങ്ങൾക്ക് വന്ദനം, ഈ മന്ത്രിക്ക് വന്ദനം, ഈ മന്ത്രിക്ക് വന്ദനം എന്നൊക്കെ പറയുക. നമ്മുടെ ഇത് കഴിയും, ആ 2 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലടിക്കും, അത് കഴിയും. അപ്പൊ അതില്ല, നമുക്ക് ഗുഡ് മോർണിംഗ് കാര്യം പറയാം. ഈ വരുന്ന ആളുകളെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊന്നുമില്ല. മിനിസ്റ്റർ ഫ്രം ലെറ്റ്സ് സേ ഓസ്ട്രേലിയ വിൽ സ്പീക്ക് എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ വിൽ സ്പീക്ക്, അല്ലാതെ വേറെ അദ്ദേഹത്തിന്റെ പേര് പോലും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയല്ല. അപ്പൊ അത് വളരെ ഫോർമൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു രീതിയാണ്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ഒരു ഫോറത്തിൽ പറയുന്നത് വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതൽ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പലപ്പോഴും ബാക്ക്ഡ്രോപ്പിൽ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യുള്ളൂ. അതിനുശേഷം മിക്കവാറും രാജ്യങ്ങളിൽ ദേ വിൽ ഇൻസിസ്റ്റ് ദാറ്റ് വി സീ സംതിങ് ഓഫ് ദാറ്റ് കൺട്രി. ആ രാജ്യത്തെ ഇപ്പോൾ ഞങ്ങൾ ബ്രസീലിലായിരുന്ന സമയത്ത് അവിടുത്തെ ആമസോൺ റിവറിൽ പോയിട്ട് അവിടുത്തെ എക്കോസിസ്റ്റം അതെങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, അവിടുത്തെ ചലഞ്ചസ് എന്താണ്. അതിപ്പോൾ ഏത് രാജ്യത്ത് പോയി, ഇന്തോനേഷ്യയിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ ഒരു രീതി ഉണ്ടാകും. മിക്കവാറും വൈകുന്നേരങ്ങളിൽ അവരുടെ ഒഫീഷ്യലായിട്ടുള്ളൊരു പ്രോഗ്രാം വേറെ ഉണ്ടാകും. ഒരു ഡിന്നർ ആണെങ്കിലും കൾച്ചറൽ പ്രോഗ്രാം ആണെങ്കിലും ഇതെല്ലാം ഉണ്ടാകും. അതിനുശേഷം ഈ ഇത്രമാത്രം മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് നമുക്ക് വേറെയും മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ മിക്കവാറും അത് രാത്രി ഒരു 12 മണി വരെ ആ മീറ്റിങ്ങുകൾ പോകും. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് പിന്നെയും ഉണ്ടാകും. അപ്പോൾ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആ സമയത്ത് കേരളമായിട്ട് കാച്ചപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കൂടാതെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ജെറ്റ് ലാഗിന്റെ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ തന്നെ 100% എഫക്റ്റീവ് അല്ല ആ സമയത്ത്. അങ്ങനെ വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സമയമാണ് ഫീൽഡിലാണെങ്കിൽ ഉള്ളത്. ഈ എഴുത്ത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിശദമായി, ലളിതമായി, ആഴത്തിൽ പഠിച്ചെഴുതുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനുള്ള സമയം എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഈ ഇടയ്ക്കുള്ള 1/2 മണിക്കൂറിലാണോ? ചെറിയ ഈ ആഴത്തിൽ പഠിക്കാന്ന് പറഞ്ഞ ഒരു വിഷയം ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പഠിക്കല. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരുപാട് ഇതുണ്ടല്ലോ. ആ ഒരു ഡേറ്റാബേസ് നമുക്ക് എപ്പോഴും ഉണ്ട്. അതിൽ നിന്നാണ് ലേഖനങ്ങൾ എഴുതുന്നത്. ആ ലാസ്റ്റ് മിനിറ്റിൽ പലപ്പോഴും ഒരു എക്സാക്ട് ഡേറ്റ ഒന്ന് സെർച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ക്രൈമിനെ പറ്റിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ നോക്കും. പക്ഷെ മൊത്തമായിട്ടുള്ള ട്രെൻഡും എല്ലാം നമുക്ക് ഓൾറെഡി മനസ്സിലുണ്ട്. അപ്പൊ ഒരു പേജ് വരെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡേ ടു ഡേ എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്ന പലപ്പോഴും യാത്രകളിൽ നമ്മൾ വിമാനത്താവളത്തിൽ ഇരിക്കുന്ന സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പ്ലെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഇഷ്ടംപോലെ സമയമുണ്ട്. ചില സമയത്ത് ഇപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള യാത്രകളാണെങ്കിൽ, ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ 10-12 മണിക്കൂർ യാത്രയല്ലേ. അപ്പൊ വിമാനത്തിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള ടൂളുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞാൽ എഴുതി വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം അങ്ങനെയാണ് ലോങ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതുന്നത്. ഒരു പുസ്തകമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ ആ തരത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. യാത്രയുടെ ഇടയിലാണ് ആ എഴുത്ത് നടക്കുന്നത്. ഈ പൊതുവിദ്യാലയത്തിലൊക്കെ പഠിച്ച്, വെങ്ങോലയിൽ ജനിച്ച് പൊതുവിദ്യാലയത്തിൽ പഠിച്ച് MA കോളേജിൽ പഠിച്ച് ഒക്കെ ഒരാളാണ്. എന്തെങ്കിലും ഈ UN ജോലിയൊക്കെ സ്വപ്നം കണ്ടിരുന്നോ? ഒരിക്കലും ഇല്ല. അപ്പൊ വെങ്ങോലയിലൊക്കെ പഠിക്കുമ്പോ നാട്ടിലൊരു വില്ലേജിലെ ഒരു അസിസ്റ്റന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയൊരു ജോലി. ഒരു ബാങ്കിൽ ക്ലർക്ക് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവമായിട്ട് അന്ന് ഇപ്പൊ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളെ വെച്ചിട്ടല്ലേ നമ്മൾ ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. UN ഒരു ചിന്ത പോലും ഇല്ല. അപ്പൊ ഒരു ബാങ്കിലെ ക്ലർക്കൊക്കെ ആവാമെന്നുള്ളൊരു ഇതിലാണ്. അതിനുശേഷം ബ്രദർ എഞ്ചിനീയറിംഗിന് പോകുന്നു. അതോടെ നമുക്കൊരു ധൈര്യമായി, നമ്മൾ വിചാരിച്ചാൽ അവിടെ എത്തും. ബ്രദർ IIT പോകുന്നു, നമുക്ക് IIT പോകാമെന്നുള്ളൊരു ധൈര്യമായി. അതിനുശേഷം ഈ ബോംബെയിലെ റിസർവ് ബാങ്കിന്റെ ഒരു തിങ്ക് ടാങ്ക് ഉണ്ട്. അതിൽ ആരും തന്നെ അന്നും കേട്ടിട്ടില്ല, ഇന്നും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ധനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് റിസർച്ച് എന്ന് പറയുന്ന റിസർവ് ബാങ്കിന്റെ ഒരു തിങ്ക് ടാങ്ക് ആണ്. അത് അന്ന് ശ്രീ മൻമോഹൻ സിംഗ് ഗവർണർ ആയിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു ഇതാണ്. അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ മൻമോഹൻ സിംഗ് അന്ന്
ഫൈനാൻസ് മിനിസ്റ്ററാണ്. അദ്ദേഹം സ്ഥിരമായിട്ട് അവിടെ വരും. ഈ ഏത് വിഷയത്തിൽ പോളിസി വേണമെങ്കിലും അദ്ദേഹത്തിന്റെ പോളിസി ബാക്കപ്പ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് പലപ്പോഴും കൊടുക്കുന്നത്. അതിന്റെ ഡയറക്ടറായിരുന്നു ഡോക്ടർ കിരീത് പാരിക് എന്ന് പറഞ്ഞൊരു ആളും. അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കോണ്ടംപററി ആയിരുന്നു. അതിനുശേഷം മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പറായിട്ട് നിയമിച്ചു. അപ്പൊ ആ സമയത്താണ് നമുക്കൊരു ഒന്നാമത് നമ്മളെ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വരുന്നത്. അതായത് നമ്മൾ മറ്റുള്ള ആളുകളെ കാണുകയാണല്ലോ, അപ്പൊ നമുക്ക് അവരുമായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യാനുള്ളൊരു, അവരുടെ ചിന്തകളുമായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യാനുള്ളൊരു ധൈര്യം കൂടുതൽ വരും. ധാരാളം വളരെ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസിനെ കാണുന്നു. ആ കാലത്താണ് ഷെല്ലിൽ ജോലിയായിട്ട് ബ്രൂണയിലേക്ക് പോകുന്നത്. ബ്രൂണയിൽ ഇരിക്കുന്ന സമയത്ത് UN എന്നൊരു ലീഡർഷിപ്പ് അക്കാഡമി UN സ്ഥാപിച്ചു അമ്മാനിൽ, ജോർഡാനിൽ പോയി. അന്ന് അവിടെ ക്ലാസ് എടുക്കുന്ന മുഴുവൻ ഓരോ രാജ്യങ്ങളിലെ പ്രൈം മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്, അങ്ങനെ അവരാണ് ക്ലാസ് എടുക്കുന്നത്. വന്നിരിക്കുന്നതിൽ പകുതി ആളുകൾ UN സീനിയർ ഒഫീഷ്യൽസ് ആണ്, പകുതി ആളുകൾ പ്രൈവറ്റ് സെക്ടർ സിവിൽ സൊസൈറ്റിയിൽ നിന്നാണ്. എഗെയിൻ നമുക്ക് ഇവരുമായിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യാനൊരു അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇവർ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിൽക്കുന്നത്, അവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരും നമ്മളൊക്കെ പോലത്തുള്ള ആളുകളാണ്, ഇവരൊന്നും ഇങ്ങനെ സൂപ്പർ ഹ്യൂമൻസ് ഒന്നുമല്ല. അവരുടെ ആ ക്ലാരിറ്റി ഓഫ് തോട്ട്, ഇന്റൻസിറ്റി ഓഫ് പർപ്പസ്, ഇതാണ് അവരെ മാറ്റി നിർത്തുന്നത്. അവർക്ക് വളരെ ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ അവർക്ക് വലിയൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട്. അന്നാണ് UN നമുക്കും ജോലി ചെയ്യാമെന്നുള്ളൊരു തോന്നലും ധൈര്യമുണ്ട്. അത് അതിനു മുമ്പൊക്കെ UN ഒക്കെ ഭയങ്കര നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത എന്തോ ആണ്, വളരെ സൂപ്പറായിട്ടുള്ള ആളുകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥലമാണ് എന്നുള്ള ചിന്തയായിരുന്നു UN ലീഡർഷിപ്പ് അക്കാഡമിയിൽ എത്തുമ്പോൾ വരെയുള്ളത്. അവിടെ എത്തി അത് UN ജോലി ചെയ്യുന്ന ആളുകളും ഈ വളരെ ഉയർന്ന തരത്തിലുള്ള ആളുകളുമായിട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മൾ പോലുള്ള ആളുകളാണ്, നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്താൽ എത്താൻ പറ്റുന്നവരാണെന്ന് മനസ്സിലായത് അന്നാണ്. ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി 2 ആളുകളാണ്. അത് വളരെ പ്രാധാന്യമുള്ളതാണ്. എൻ്റെ അമ്മയുടെ അമ്മാവൻ, ഞാൻ നായർ കുടുംബത്തിൽ വന്നാണ്, പഴയ തലമുറ നായർ ഫാമിലിയാണ്. അപ്പോൾ ഒരു മരുമക്കത്തായത്തിന്റെ സാഹചര്യത്തിൽ അപ്പൊ അമ്മാവനായിരുന്നു വീട്ടിലെ കാരണവർ എന്ന് പറയുന്നത്. ഞങ്ങൾ അമ്മയുടെ വീട്ടിലാണ് ജനിച്ചും വളർന്നതും. അമ്മാവനായിരുന്നു വീട്ടിലെ കാരണവർ. അമ്മാവൻ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു. പക്ഷെ പ്രത്യയശാസ്ത്രവും അങ്ങനെയുള്ള ആളൊന്നുമല്ല. അങ്ങനെ ഒരു കാലത്തും അമ്മാവനത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എല്ലാ കാലത്തും നാട്ടിൽ പുരോഗതിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ മുന്നിലായിരുന്നു. അപ്പോൾ പുതിയ തരം വിത്തിനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലാണെങ്കിൽ, പുതിയൊരു ലൈബ്രറി സ്ഥാപിക്കുന്ന കാര്യത്തിലാണെങ്കിൽ, പുതിയതായിട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിൽ, ഇതിലൊക്കെ ആ നാട്ടിലെ ആളുകളുമായിട്ട് ചേർന്ന് മുന്നിൽ പ്രവർത്തിച്ചൊരു ആളാണ്. അമ്മാവൻ്റെ എല്ലാ തരത്തിലുള്ള ആളുകൾ, സാമ്പത്തികമായും സാമൂഹ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ട് അമ്മാവന് വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നമ്മളുടെ ആളുകളാണെന്ന്, എല്ലാം ഒരുമിച്ച് വേണ്ടി ഗ്രാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നൊരു തോന്നൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജാതി, മത, വർണ്ണ, വർഗ വിവേചനം ഒട്ടും അമ്മാവനുണ്ടായിരുന്നില്ല. അത് തന്നെ ഞങ്ങൾക്കും അമ്മാവൻ പറഞ്ഞല്ലാതെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് വളരെ അതുകൊണ്ട് അമ്മാവനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം റോൾ മോഡലായിട്ടുള്ളത്. എൻ്റെ അച്ഛൻ്റെ ബ്രദറ്, അപ്പം ഞങ്ങൾ വർഷത്തിൽ ഒരു അവധിക്കാലത്ത് ഒരു 15 ദിവസമാണ് അച്ഛൻ്റെ വീട്ടിൽ പോകുന്നത്. അച്ഛൻ്റെ ബ്രദർ ഒരു അസ്ട്രോളജർ ആയിരുന്നു. അപ്പം അച്ഛൻ്റെ ബ്രദർ രാവിലെ, അപ്പം അമ്മാവൻ രാവിലെ 4 മണിക്ക് എണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കന്നിനായിട്ട് പാടത്ത് പോകുന്നു. അതിനുശേഷം 12 മണി വരെ ജോലി ചെയ്യുന്നു, വരുന്നു, കിടന്നുറങ്ങുന്നു, വൈകുന്നേരം ലൈബ്രറിയിലേക്ക് പോകുന്നു. ഇതാണ് എൻ്റെ അമ്മാവിൻ്റെ റൊട്ടീൻ. അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഉള്ള റൊട്ടീൻ എന്ന് പറഞ്ഞാൽ 4:30 വെളിച്ചെണ്ണ എണിക്കുന്നു, കുളിക്കുന്നു, ഭസ്മെല്ലാം പൂശുന്നു, അത് എന്നിട്ട് അതിനുശേഷം മന്ത്രം വാദം ചെയ്യുന്നു. 7 മണിയാവുന്നവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ ക്ലയൻസ് വരുന്നു, ജോത്സനായതുകൊണ്ട്. എന്നിട്ട് ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നു. വെളിച്ചൻ കബഡിയെല്ലാം നോക്കി ഇങ്ങനെ പരിഹാരങ്ങളൊക്കെ പറയുന്നു. വൈകുന്നേരം 5 മണിയായി കഴിയുമ്പോൾ വെള്ളിച്ചൻ അമ്പലത്തിലേക്ക് പോകുന്നു. അപ്പൊ ഞങ്ങളൊക്കെ വെള്ളിച്ചൻ്റെ കൂടെ അമ്പലത്തിൽ പോകുന്നു. അവിടെ വലിയ അവിടെ പൂജയും മറ്റു കാര്യങ്ങളും, ഒരു അമ്പലത്തിലുള്ള ഇതും, അത് കഴിഞ്ഞ അമ്പലത്തിന്റെ കമ്മിറ്റി ആയിട്ട് അങ്ങനെ വരുന്നു. അപ്പോൾ ഈ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരുന്നില്ല. എൻ്റെ അമ്മാവനും വെല്ലിച്ചനും വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പം അമ്മാവൻ ആണെങ്കിലും നാട്ടുകാർക്കെല്ലാം ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനാണെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും. വെല്ലിച്ചനാണെങ്കിലും
ഈ എല്ലാ ദിവസവും ഇതൊക്കെയാണ് ചെയ്യുന്ന വലിച്ചൻ എന്തെങ്കിലും ഫീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആളുകൾ വന്നുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ സഹായത്തിന്. അപ്പോൾ അതിലെല്ലാം വലിച്ചൻ അവരെ സഹായിക്കും. ഈ അമ്പലം ഉണ്ടാക്കിയതിൽ, കമ്മിറ്റി ഉണ്ടാക്കിയതിൽ, അമ്പലം അസോസിയേറ്റ് ആയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയതിലൊക്കെ വലിച്ചനൊരു പങ്കുണ്ട്. വലിച്ചൻ കോൺഗ്രസ്സുകാരനായിരുന്നു. വലിച്ചൻ ഇലക്ഷൻ നിന്നിട്ട് പഞ്ചായത്തിൽ നിന്നിരുന്നു. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് പറയുമ്പോൾ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിന് അത്രമാത്രം ഒരു പ്രാധാന്യമില്ല ശരിക്കും. നമ്മളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ, നമ്മളൊരു വിശ്വാസിയാണോ, മനുഷ്യനെ സഹായിക്കണമെങ്കിൽ നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. ഇവർ ഈ രണ്ടുപേരെ എന്നെ വളരെ ഡീപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് ഇന്നും ഞാൻ ഒരു ആളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, ഒരു ഐഡിയോളജി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത് ഒരു ഡീപ്പറായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഇല്ല. ഞാൻ ഇങ്ങനെ വിശ്വാസികൾ ശരിയാണെന്നോ, വിശ്വാസികൾ തെറ്റാണെന്നോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ശരിയാണെന്നോ തെറ്റാണെന്നോ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ഐഡിയോളജി ആണെങ്കിൽ പോലും അപ്പൊ അത് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്തത്. ഞാൻ വാസ്തവത്തിൽ ഒരു ആക്റ്റീവുള്ള ഒരു ഈശ്വര വിശ്വാസിയൊന്നുമല്ല. പക്ഷെ ഒരു അമ്പലത്തിൽ പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പലപ്പോഴും എവിടെയെങ്കിലും, ഞാൻ വാസ്തവത്തിൽ ഒരു യുക്തിവാദി സമ്മേളനം ഇനാഗറേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് 3 മണിക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു അമ്പലത്തിൽ പോയി. അപ്പൊ എനിക്ക് ആ കാര്യത്തിൽ യാതൊരു നാട്ടുകാർ അറിയുന്നതിലൊന്നും, അതായത് അങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ് അങ്ങനെയൊന്നും എനിക്കൊരു തോന്നലൊന്നുമില്ല. കാരണം ഞാൻ ഈ വലിച്ചൻ്റെ അമ്മാവൻ്റെയും ജനങ്ങൾ, ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര പരസ്പര ബഹുമാനമായിരുന്നു. അതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയോളജി അല്ല എന്നെ നയിക്കുന്നത്. ആളുകൾക്ക് എങ്ങനെ സഹായം ചെയ്യാൻ സാധിക്കും, അതിന് ഏത് റൂട്ടും സ്വീകരിക്കാമെന്നുള്ളൊരു ചിന്ത, അത് ഇവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ കരിയർ ഉണ്ടല്ലോ, ഈ കരിയർ കഴിഞ്ഞ ഇത് ഒരു സർവീസ് ആണ്, ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പോൾ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ഒരു ഐഡിയോളജി ഉള്ള ആളല്ലേ, എന്തായിരിക്കും ചെയ്യാൻ പോണേ? എൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആഗ്രഹം കേരളത്തിലെ പുതിയ തലമുറയ്ക്കുൾപ്പെടെ ഒരു കരിയർ മെന്ററിങ് ആയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ്. അത് സ്കൂളിൽ പഠിക്കുന്ന ഒരാൾക്ക് എഞ്ചിനീയർ ആണോ ഡോക്ടർ ആണോ എന്നുള്ള തരത്തിൽ എത്തിക്കുക എന്നുള്ളതല്ല. നമ്മൾ ഏത് ലെവലിലാണെങ്കിലും, ഇപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ മിനിസ്റ്റേഴ്സിന് പലപ്പോഴും അവർ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സാങ്കേതികമായ മാറ്റങ്ങളിൽ പ്രോബ്ലി അവർ വേണ്ടത്ര അപ് ടു ഡേറ്റ് ആയിരിക്കില്ല. അപ്പൊ നിർമ്മിത ബുദ്ധി എങ്ങനെയാണ് ലോകത്തെ മാറ്റുന്നത്, ഗവേണൻസിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ സാധ്യത എന്താണ്, ഇത് ഒരുപക്ഷെ ആ ഒരു ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ മിനിസ്റ്റേഴ്സിന് ഉണ്ടായിക്കോളുന്നില്ല. കാരണം അവർ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ വളരെ ഡീപ്ലി എംബഡഡ് ആണ്. അപ്പൊ എങ്ങനെയാണ് അവർക്ക് ആ തരത്തിലുള്ളൊരു അറിവുണ്ടാക്കാൻ പറ്റുന്നത്? നമ്മളുടെ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ലോകത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗവേണൻസ് മോഡലുകൾ എങ്ങനെയാണ്, അത് വാട്ട് ഈസ് വർക്കിംഗ്, വാട്ട് ഈസ് നോട്ട് വർക്കിംഗ്, അവരെ എങ്ങനെ ആ എക്സ്പോഷർ കൊടുക്കും. ഇപ്പോൾ മിനിസ്റ്റേഴ്സിനൊക്കെ നമ്മൾ ഒരു ദിവസം എക്സ്പോഷർ കൊടുത്തിട്ടും കാര്യമില്ല. പലപ്പോഴും ഒരു വളരെ സീനിയർ ലെവലിലുള്ള ഒരു പോളിസി മേക്കേഴ്സിന് പ്രോബ്ലി 1-2 മാസം മറ്റൊരു നാട്ടിൽ അവരെ എത്തിച്ച് എക്സ്പോഷർ കൊടുക്കുക. അങ്ങനെ പിന്നെ നമ്മളുടെ സമൂഹത്തിലെ വിവിധ തട്ടുകളിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ബ്യൂറോക്രസിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ജേർണലിസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്, സയൻസിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരൊന്നും ഈ കാലത്ത് അത്രമാത്രം ഡീപ്ലി ഇന്റർകണക്റ്റഡ് അല്ല. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെഹ്റുവിന്റെ ഫ്രണ്ടായിരുന്നു ഹോമി ബാബ, നെഹ്റുവിന്റെ ഫ്രണ്ടായിരുന്നു മഹൽനോബിസ്. ഈ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഭാഭ ആറ്റമിക് റിസർച്ച് സെന്റർ ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഹോമി ബാബയ്ക്ക് നെഹ്റുവിനെ നേരിട്ട് പോയി കാണാനുള്ളൊരു അവസരവും സാഹചര്യം ഉണ്ടായിരുന്നു, മഹൽനോബിസിന് ആ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് 5 year പ്ലാൻസ് ഉണ്ടാകുന്നത്, നമുക്ക് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുന്നത്. വിക്രം സാരാഭായിക്ക് മിസസ് ഗാന്ധി അതുപോലെയായിരുന്നു. ആ തരത്തിലുള്ളൊരു പരസ്പര ബന്ധം നമ്മുടെ നാട്ടിലെ സീനിയർ റിസർച്ചേഴ്സും സീനിയർ മീഡിയ പേഴ്സണും നമ്മുടെ പൊളിറ്റീഷ്യൻസും തമ്മിലുണ്ടെങ്കിൽ അവർക്ക് സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കൂടുതൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ വലിയൊരു ഹൈറാർക്കിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളൊരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, സാധാരണഗതിയിൽ മിനിസ്റ്റേഴ്സിന് അതുപോലെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ആക്സസ് നമുക്ക് സാധാരണ കിട്ടുന്നില്ല. അപ്പൊ എങ്ങനെയാണ്, അപ്പൊ അത് ഈ ലെവലിൽ എത്തിയതിനു ശേഷം ആ നെറ്റ്വർക്ക് ഉണ്ടാക്കുക പോസിബിൾ അല്ല. കാരണം ആ ഹൈറാർക്കി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. പക്ഷെ ഒരു 30 വയസ്സുള്ള പൊളിറ്റിക്സിലുള്ള ആളുകൾ, 30 വയസ്സുള്ള അക്കാഡമിക്കിലുള്ള ആളുകൾ, 30 വയസ്സുള്ള മീഡിയയിലുള്ള ആളുകളെ ഒരുമിച്ച് നമ്മളൊരു പരിശീലനത്തിൽ കൂടെ കിടത്തി മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോ വർഷത്തിലും 10 ദിവസം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയാമല്ലോ. നമ്മുടെ കേരളത്തിലെ
അടുത്ത 2050-കളിൽ കേരളത്തിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആരാണെന്ന് നമ്മൾ ഇന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ 2040 ഇപ്പൊ നമ്മൾ ആലോചിച്ചാൽ കിട്ടും. ഒരു 100 പേരുടെ പൂൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദേ ഗെറ്റ് ഇൻ ടു പവർ ദേ വിൽ നോ ഈച്ച് അതർ ആൻഡ് ദാറ്റ് ദേ വിൽ കളക്റ്റീവ്ലി വർക്ക് ഫോർ ബെറ്റർ നേഷൻ. അങ്ങനെ ഒരു സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? കേരളത്തിനെ മുമ്പോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് നെറ്റ്വർക്ക് സിസ്റ്റം, ഒരു അക്കാഡമി അല്ല, ഒരു ലീഡർഷിപ്പ് നെറ്റ്വർക്ക് സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി, നേരിട്ടൊരു വെല്ലുവിളി പറയാൻ പറ്റുമോ? ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ. വെല്ലുവിളി, ഓക്കെ, വാസ്തവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വെല്ലുവിളികളുള്ള വ്യക്തി ജീവിതത്തിലാണ്. പക്ഷെ അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല. ഒഫീഷ്യലായിട്ട് ഞാൻ കാണുന്നത് പലപ്പോഴും നമ്മളുടെ ഫീൽഡിൽ വലിയ വെല്ലുവിളികളുണ്ട്. നമ്മൾ ഡീൽ ചെയ്യുന്ന രാജ്യങ്ങൾ, ദുരന്തങ്ങളൊക്കെ ആണല്ലോ. പക്ഷേ അതിലും പ്രായോഗികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ആളുകളുടെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും എളുപ്പമല്ല. അത് ഒരു വളരെ മൾട്ടി കൾച്ചറലായിട്ടൊരു കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പെരുമാറുന്നതും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അവർ പറയുന്നതായിരിക്കില്ല പലപ്പോഴും അർത്ഥമാക്കുന്നത്. അപ്പോൾ അത് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെല്ലുവിളിയായിട്ട് കാണുന്നത്. പ്രായോഗികമായിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആയിട്ടുള്ള അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഹൈറ്റിയിൽ 2010 ഒരു ഭൂകമ്പം ആയിരുന്നു. 2 ലക്ഷം ആളുകൾ മരിച്ചു. ആ രാജ്യത്ത് ഒന്നും തന്നെ ഇല്ലാത്തൊരു ഇതാണ്. വെള്ളം, ഭക്ഷണം എല്ലാം പുറത്തുനിന്ന് എത്തിക്കേണ്ടി വരുന്നു. നമുക്ക് തന്നെ വാസ്തവത്തിലൊന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മളുടെ ബുദ്ധിമുട്ട് അവിടുത്തെ ഈ 10 ലക്ഷം ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അത് കൈകാര്യം ചെയ്യേണ്ട ഒരു ഇത് വരുന്നു. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള സമയത്ത് തന്നെ ചെയ്യേണ്ടി വരുന്നു. അത് ആണ് ഒരു പ്രായോഗികമായിട്ടൊരു ബുദ്ധിമുട്ട്. മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച് റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് പോയതാണ്. അത് 2004 റുവാണ്ടയിൽ പോകുന്നത്. 1994 റുവാണ്ടയിലെ കൂട്ടക്കുരുതി ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ 10 വർഷത്തിന് ശേഷം അവിടെ ചെല്ലുമ്പോൾ ആ ദുരന്തത്തിൻ്റെ ഒരു സ്കാറും ഇല്ലാന്ന് മാത്രമല്ല, പൊതുവെ നന്നായി റൺ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ റുവാണ്ട എന്ന് പറയുന്നത് അതിലും വളരെ മുന്നോട്ട് പോയി. പക്ഷേ ആ ദുരന്തത്തിൻ്റെ ഒരു ഓർമ്മ അവിടെ ഒരു ജനസൈഡ് മ്യൂസിയമായിട്ട് അവർ വച്ചിട്ടുണ്ട്. അത് കണ്ടിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് വരും. അതായത് പല ഇതുണ്ട്. അപ്പോൾ അവിടെ ഇതിനും ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ച കാര്യങ്ങൾ അതെല്ലാം അവർ വച്ചിട്ടുണ്ട്. പക്ഷെ അതിലുള്ള ഏറ്റവും ഹർട്ട് ചെയ്യുന്ന ഇതുപോലൊരു മുറിയുണ്ട്. ഈ മുറിയിലൊരു 10,000 കുട്ടികളുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചിത്രവും ഒരു കൊച്ചുകുട്ടിയാണ്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടി. എന്നിട്ട് ഈ അതിൻ്റെ ബാക്കിൽ കുട്ടിയുടെ പേര്, കുട്ടിയുടെ വിളിപ്പേര്, കുട്ടിയുടെ പ്രായം, കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും പേര്, കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ആ കുട്ടി എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ തല വെട്ടി ചുവരിലടിച്ചു കൊന്നു, അങ്ങനെ ഓരോന്നും നമ്മൾ വായിച്ചൊരു 10 എണ്ണം വായിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനുഷ്യർ എന്നുള്ള നിലയിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ, അതോ നമ്മൾ മൃഗങ്ങളുടെ തലത്തിൽ തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്, അതോ മൃഗങ്ങളെക്കാളും കഷ്ടമാണോ എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ മിഷൻ കഴിഞ്ഞ് വരുമ്പോഴും വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള, ഒരു കൗൺസിലറെ കാണാനുള്ളൊരു പ്രൊവിഷൻ നമുക്കുണ്ട്. കാരണം നമ്മളൊന്നും സൂപ്പർ ഹ്യൂമൻ അല്ല. നമ്മൾ കാണുന്നതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. പക്ഷെ എനിക്കത് ഒരിക്കലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ റുവാണ്ടയിൽ പോയിട്ട് വന്നതിന് ശേഷം I went back went and talked to him and said, this is, നമുക്ക് ആ നൈറ്റ്മെയർ വിൽക്കാം എന്നൊരു തോന്നലുണ്ടോ. അതായിരുന്നു ഏറ്റവും മാനസികമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടിച്ചത്. നമ്മുടെ യുവതലമുറയോട് പറയാനുള്ളത് എന്താണ്? ഞാൻ വളർന്ന കാലത്ത് ലോകം ഇത്രമാത്രം പരസ്പര ബന്ധിതമായിരുന്നില്ല. കമ്മ്യൂണിക്കേഷൻ ബേസ് ആണെങ്കിലും മറ്റുള്ള ഇതാണെങ്കിലും അന്ന് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്ന പ്രോബ്ലി 3 രാജ്യങ്ങളുണ്ടായിരുന്നു കാണാം. ഭൂട്ടാൻ, നേപ്പാൾ, പ്രോബ്ലി മാലദ്വീപ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഏറെ വളർന്നു. നമുക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി, നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടി. ലോകത്ത് 190 രാജ്യങ്ങളിൽ ഒരുപക്ഷെ 150 രാജ്യങ്ങളിലും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വളരെ തുറന്ന ഒരു ലോകമാണ്. അവസരങ്ങൾ വളരെ വേഗതയിൽ വരികയാണ്. ഇപ്പോൾ നിർമ്മിത ബുദ്ധി കൂടി വരുന്നതോടെ അവസരങ്ങൾ കൂടുതൽ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ അത് ധൈര്യമായിട്ട് പിക്കപ്പ് ചെയ്യുക. നമ്മളുടെ നാട്ടിൽ കാണുന്ന നിസാരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധപ്പെടുത്താതെ
ജാതി, മതം, രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതെല്ലാം നമുക്കറിയാം ഒക്കെ വേണം. പക്ഷേ അതിന് വേണ്ടി മല്ലടിക്കാതെ ലോകത്തെ ഏറ്റവും നല്ല അവസരങ്ങൾ, അത് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും, അത് കണ്ടെത്തി നമ്മളുടെ കഴിവുകളുടെ പരമാവധി എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അവിടെ ഉപയോഗിച്ച് നമ്മുടെ ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. ഒരുപാട് വായിക്കാറുണ്ടോ താങ്കൾ? തീർച്ചയായിട്ടും. അതാണ് പ്രധാനമായിട്ട് നമ്മൾ എഴുതുന്നതിൻ്റെ അടിസ്ഥാനം വായനയാണല്ലോ. ഏറ്റവും സ്വാധീനിച്ച പുസ്തകം ഏതാണ്? പുസ്തകങ്ങളിൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? അതിൻ്റെ മധ്യ ആളുകൾക്ക് ഇത് ഇഷ്ടമല്ല. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 സെറ്റ് പുസ്തകങ്ങളാണ്. ഒന്ന് സ്വാമി വിവേകാനന്ദന്റെ തിരഞ്ഞെടുത്ത ഇതുണ്ട്, അതെ, സമ്പൂർണ്ണ വിവേകാനന്ദന്റെ ഇതുണ്ട്, വിവേകാനന്ദ മറ്റേ ശ്രീ രാമകൃഷ്ണ ആശ്രമം എഴുതി പ്രസിദ്ധീകരിച്ചത്. എനിക്കൊന്ന് 6 പുസ്തകങ്ങളുണ്ട്. അത് ഓരോന്നും അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലെ അന്നത്തെ പാണ്ഡിത്യം, പ്രയോഗം ഭയങ്കരമാണ്. അതിന്റെ മലയാള പരിഭാഷയും ഭയങ്കര മനോഹരമാണ്. അതെന്നെ വളരെ ഡീപ്പായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് സാധാരണഗതിയിൽ, ഞാൻ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്, എന്നാൽ പോലും നമ്മളുടെ സാധാരണഗതിയിലുള്ള ഭൗതികമായതിനപ്പുറം ഒരു പർപ്പസ് മനുഷ്യനുണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് ഏറെ സ്വാധീനിച്ച പുസ്തകമാണ്. ഞാൻ പലപ്പോഴും കുട്ടികളോട് പറയാം, അത് വായിക്കേണ്ടതാണ്, വായിക്കാൻ പാടില്ലാത്തതാണ്. അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മുടെ കരിയറൊന്നും അല്ല പ്രധാനം, അതിലപ്പുറം എന്തുണ്ടെന്നൊക്കെ ചിലപ്പോൾ തോന്നിയെന്ന് വരും. ഇത് ഒരു കാര്യം. രണ്ടാമത്തത് അയൺ റാൻഡ് എന്ന് പറയുന്നൊരു എഴുത്തുകാരിയുണ്ട്. അവർ ഈ ക്യാപിറ്റലിസത്തിൻ്റെ വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊപ്പോണൻ്റാണ്. അത് ഈ പൊതുമേഖല തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ, അത് എന്തുകൊണ്ടാണ് ഈ പൊതുമേഖല പൊതുവെ സമൂഹത്തിനും എക്കോണമിക്ക്, പൊതുമേഖല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് റണ്ണിങ് കമ്പനീസ്, അല്ലെങ്കിൽ പണത്തിൻ്റെ എന്തുകൊണ്ടാണ് ക്യാപിറ്റലിസം ശരിയായൊരു തത്വശാസ്ത്രമാണെന്നുള്ളതിൻ്റെയൊക്കെ ഏറ്റവും നല്ല ഒരു നോവലായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിൽ 2 പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും. ഫൗണ്ടൻ ഹെഡ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ കഥയാണ്. അറ്റ്ലസ് ഷ്രഗ്ഡ് എന്ന് പറയുന്നത് ഒരു റെയിൽവേ കമ്പനി നടത്തുന്നൊരു ആളുടെ കഥയാണ്. അത് രണ്ടും ഭയങ്കര ഡീപ്പായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ഈ രാഷ്ട്രീയ സ്പെക്ട്രത്തിലുള്ള പല ആളുകൾക്കും ഇവരെ ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ എന്നെ വളരെ ഡീപ്പായിട്ട് സ്വാധീനിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ വായിച്ചറിഞ്ഞിരിക്കേണ്ട അനവധി കാര്യങ്ങൾ വളരെ രസകരമായിട്ട് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണം എന്നുള്ളതിനെ പറ്റി നിങ്ങൾ വായിക്കേണ്ടതാണ്. അതിൽ ഒരു പ്രസംഗം തന്നെ അയാൾ നടന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 100 പേജ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. എന്തുകൊണ്ടാണ് പണം, ഈ കറൻസി എന്ന് പറയുന്നത് ഇത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻ സിവിലൈസേഷനിൽ ഒരു അച്ചീവ്മെൻ്റ് ആകുന്നത്, അത് പണം ഉണ്ടാക്കുന്നതിൽ എന്തുകൊണ്ടാണ് യാതൊരു തരത്തിൽ വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് പറയുന്നത് തെറ്റല്ല എന്നുള്ള ഇതെല്ലാം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ എല്ലാ ആളുകളും ഇടതുപക്ഷമാണല്ലോ. അപ്പൊ ആ ഇടതുപക്ഷ ചിന്താഗതിയിൽ മൊത്തം മുങ്ങി നിന്നിരുന്ന എനിക്ക് വളരെ ബ്രോഡായിട്ടുള്ള വലതുപക്ഷത്തേക്കും സാധ്യതകളുണ്ട് എന്നും, ഇന്ന് ഞാൻ വാസ്തവത്തിൽ വളരെ വലതുപക്ഷത്തുള്ളൊരു ആളാണ്. ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും അത് ഫിറ്റാവില്ലാത്തതും അതുകൊണ്ടാണ്. കേരളത്തിൽ ഇപ്പം എനിക്ക് എൻ്റെ ചിന്തകളുമായിട്ട് ചേരുന്ന ഒരു പാർട്ടി പോലും ഇന്ന് കേരളത്തിലില്ല. പക്ഷെ ആ ചിന്തകളുടെ വലതുപക്ഷ ചിന്ത അയൺ റാൻഡിന് വലിയൊരു പങ്കുണ്ട്. അവസാനമായിട്ട് മലയാളികളോട് താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? മലയാളി സമൂഹം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് നമ്മൾ എന്തുമാത്രം ലക്കിയാണെന്നുള്ളത് മനസ്സിലാക്കാത്തൊരു സമൂഹമാണ് നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരു കോസ്മിക് ലോട്ടറിയാണ്. നമ്മൾ ലോകത്ത് എവിടെ ജനിക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പം ആ അർത്ഥത്തിൽ എന്തുകൊണ്ടും സമാധാനമുള്ള ഒരു ഇതാണ് നമ്മളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ എൻ്റെ വിശ്വാസത്തിൽ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ക്ലീനാണ്, വളരെ ഈഗാലിറ്റേറിയൻ ആണ്. നമ്മുടെ സൊസൈറ്റി പല ജാതി മതങ്ങളുള്ള വളരെ പരസ്പര ബന്ധിതമായിട്ടുള്ള സപ്പോർട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയെ നമുക്ക് കിട്ടിയതിലും ബെറ്ററായിട്ട് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് ഇതിലും നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, നമ്മളുടെ കറന്റ് ഈസ് ബെറ്റർ ദാൻ അവർ പാസ്റ്റ് ആൻഡ് വി ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ. അതാണ് നമ്മൾ മലയാളികൾ ചെയ്യേണ്ടത്. അപ്പോൾ ധനത്തിനോട് ഇത്രയും നേരം മനസ്സ് തുറന്ന് സംസാരിച്ചതിൽ നന്ദി.
താങ്ക് യു. സമയം സ്പെൻഡ് ചെയ്തതിൽ നന്ദി. താങ്ക് യു.